ലോകം മുഴുവനും മനുഷ്യർ പണത്തിന് വേണ്ടി ഓടുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് നിരന്തരം. അതൊരു തരത്തിലുള്ളൊരു പീഡനമാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാതിരിക്കാൻ കഴിയില്ല. ജീവിക്കണം, ഭക്ഷണം കഴിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഇതാരാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? കാലങ്ങളായിട്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ദുരന്തമാണിത്. കാലങ്ങൾക്ക് മുന്നേ സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ അത് കഴിഞ്ഞിങ്ങോട്ട് വന്ന് ലോകരാജ്യങ്ങളിലെല്ലാം പണമാണ് പ്രധാനം എന്നതാക്കി തീർത്തു. ശരിക്കും പണം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും ഉറങ്ങിയും സന്തോഷിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ജീവിതം. അതിൻ്റെ പുറകിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ പണം വേണം, വസ്ത്രം വേണമെങ്കിൽ പണം വേണം, താമസിക്കുന്നതിന് പണം വേണം, വെള്ളത്തിന് പണം വേണം, ഇങ്ങനെ എല്ലാത്തിലും കൊണ്ട് പണം വെച്ചു. ഈ തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ അവസ്ഥ വന്നത് അതികഠിനമായ ഒരു കാലമാണ് സത്യം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യൻ പണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു നേരം 2 നേരമൊക്കെ ഭക്ഷണം കഴിച്ചാൽ സത്യത്തിൽ സമാധാനം. അത് കഴിക്കാനായിട്ടാണ് മനുഷ്യൻ ഇത്രയും ശ്രമിക്കുന്നത്. പലരും പല സ്ഥലങ്ങളിലും ഭക്ഷണങ്ങൾ കിട്ടാനില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ധൂർത്താണ്. അപ്പം ഈ സമൂഹം എന്തുമാത്രം അധപതിച്ചു, അല്ലെങ്കിൽ എന്നെപ്പോലെ നിരവധി ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവണം. പക്ഷേ നമ്മളും എല്ലാം, ഞാൻ ഉൾപ്പെടെ ഇതിനകത്തൂടെ, ഈ ഒരു ഒഴുക്കിനകത്തൂടെ ഒഴുകിയേ പറ്റുള്ളൂ, പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പം ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ സമാധാനമായി ജീവിക്കാം എന്നുള്ളൊരു കാലമല്ല ഇത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ എത്ര കഷ്ടപ്പെട്ടാലും, എത്ര പണമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമായി ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര പ്രശ്നമുണ്ടെങ്കിലും, എത്ര നല്ലതായാലും മോശം അവസ്ഥയായാലും, അവിടെയെല്ലാം ഒരേ തരത്തിൽ നിൽക്കുന്ന ഒരു സമാധാനമുള്ള ഒരു സ്ഥലമുണ്ട്. അത് മനസ്സിൻ്റെ ഉള്ളിലാണ്.